ഫയഖൂലു ജിബ്രീൽ, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇത് പറയുമ്പോൾ മാലിക് അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുകയാണ്, അഹ്ളറല്ലാഹുൽ ഖലായിക കുല്ലിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികളെയും ഹാജരാക്കിയിട്ടുണ്ടോ? എല്ലാവരെയും അല്ലാഹു മഹ്ശറയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഫയഖൂലു ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നഅം വഹും വാഖിഫൂന ബൈന യദയിൽ ജബ്ബാർ, എല്ലാവരും അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ വന്നിട്ടുണ്ട്. എല്ലാവരും പടച്ച റബ്ബിന്റെ മുന്നിൽ വന്ന് കാത്തു നിൽക്കുകയാണ്. നരകവുമായി മാലികേ നിന്റെ കടന്നുവരവ് പ്രതീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. കത്തിച്ചൊലിക്കുന്ന നരകവുമായി മഹ്ശറയിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നരകം വന്നിട്ടേ വിചാരണ തുടങ്ങുകയുള്ളൂ, മഹ്ശർ ആരംഭിക്കുകയുള്ളൂ. അതിനുവേണ്ടി സർവ്വ പ്രവാചകന്മാരുടെ പിന്നിലായി അതത് സമുദായക്കാരെ കാത്തുവന്ന് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുകയാണ്, ഐന മുഹമ്മദുൻ വ ദുർരിയത്തുഹു, എവിടെ മുത്തുനബി, എവിടെ അവിടുത്തെ സമുദായം, എവിടെ? എല്ലാ സൃഷ്ടികളും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും അതിന് വ്യക്തമായ മറുപടി കൊടുക്കുകയും അവരെല്ലാവരും വന്നിട്ടുണ്ടെന്ന് ജിബ്രീൽ മറുപടി കൊടുക്കുകയും ചെയ്തിട്ട് പോലും ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുകയാണ്, ഐന മുഹമ്മദുൻ വ ദുർരിയത്തുഹു, മുഹമ്മദ് നബി എവിടെ, അവിടുത്തെ സമുദായം എവിടെ? എന്തേ കാരണം? അവർ പാപികളാണ്. അവർ പാപികളാണല്ലോ, അവർ ബലഹീനരാണല്ലോ. കൈഫ യസ്തതിഊൻ ഇദാ ഖറബതു ഇലൈഹിം നാര ജഹന്നമ, ഈ കത്തിച്ചൊലിക്കുന്ന നരകവുമായി ഞാൻ മഹ്ശറയിലേക്ക് കടന്നു വന്നാൽ അതിന്റെ ചൂടവർക്ക് എങ്ങനെയാണ് താങ്ങാൻ പറ്റുക? എങ്ങനെയാണ് അവർക്ക് സഹിക്കാൻ പറ്റുക? കൈഫ യസ്തതിഊൻ ഇദാ ഖറബതു ഇലൈഹിം നാര ജഹന്നമ, ഈ കത്തിച്ചൊലിക്കുന്ന നരകവുമായി ഞാൻ മഹ്ശറയിലേക്ക് കടന്നു വന്നാൽ ഇതിന്റെ ചൂടവർക്ക് എങ്ങനെയാണ് താങ്ങാൻ പറ്റുക? ചൂടവർക്ക് എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? ജിബ്രീലേ, അവർക്ക് താങ്ങാൻ പറ്റുമോ? കാരണം പാവപ്പെട്ട ആളുകളല്ലയോ, ദോഷികളായ ആളുകളല്ലയോ മുത്തുനബിയുടെ സമുദായം? തീർത്തും ബലഹീനരായ ആളുകളല്ലയോ? ശരിയാണ്, ശരിയാണ്. മുൻഗാമികളിലേക്ക് ചേർത്ത് നോക്കിയിട്ട്, ആദ്യ സമൂഹ ഗോത്രത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എത്രയോ ബലഹീനരാണ് നമ്മൾ. വിശുദ്ധമായ ഖുർആനിലൂടെ ആ സമുദായത്തെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد. ആദ് ഗോത്രത്തെ പറ്റി നബിയേ തങ്ങൾക്കറിയില്ലയോ? ഇറം ദേശക്കാരാണവർ, വല്ലാത്ത തൂണ് പോലെ നീളമുള്ള സമൂഹമാണവർ. അല്ലതീ ലം യുഖലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്, ഈ രാജ്യത്ത് അതുപോലെയുള്ള ഒരു പടപ്പിനെ നാം ഇന്ന് വരെ പടച്ചിട്ടില്ലതാ റസൂലേ. അതുപോലെ ഒരു സൃഷ്ടിയെ ഈ ലോകത്തേക്ക് നാം പടച്ചിട്ടില്ല. വസമൂദല്ലദീന ജാബു സഖറ ബിൽ വാദ്, സ്വന്തം കൈകൾ കൊണ്ട് മലകൾ തുറന്നിട്ട് അതിനുള്ളിൽ വസിച്ചിരുന്നതായ സമൂഹമാണ് സമൂദ് ഗോത്രക്കാർ. സാലിഹ് നബിയാണ് ആ ഗോത്രത്തിലേക്ക് നാം പ്രബോധനത്തിന് വേണ്ടി അയച്ചിട്ടുള്ളത്. ആ സമൂദ് ഗോത്രക്കാരും ആദ് ഗോത്രക്കാരും ഒക്കെ എത്ര വലിയ ആചാരബാഹുക്കളായിരുന്നു. അവരിലേക്ക് ചേർത്ത് നോക്കിയിട്ട് മുത്തുനബിയുടെ സമുദായം എത്ര ബലഹീനരാണ്, ബലഹീനരാണ്. കൈഫ യസ്തതിഊൻ ഇദാ ഖറബതു ഇലൈഹിം നാര ജഹന്നമ, മാലിക് അലൈഹിസ്സലാം എന്ന നരകത്തെ കാക്കുന്ന മലക്ക് അവലാതിപ്പെടുകയാണ്, ആശങ്ക അറിയിക്കുകയാണ്. അല്ലയോ ജിബ്രീലേ, ഞാൻ ഈ കത്തിച്ചൊലിക്കുന്ന നരകവുമായി മഹ്ശറയിലേക്ക് കടന്നു വന്നാൽ ഇതിന്റെ ചൂട് പാവപ്പെട്ട മുത്തുനബിയുടെ സമുദായം എങ്ങനെയാണ് സഹിക്കുക? ജിബ്രീലേ, ഫയസ്കുതു ജിബ്രീൽ, ജിബ്രീൽ അലൈഹി
അലൈഹിസ്സലാമിന് അതിന് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. പഠിച്ചു വെക്കണേ. ഇനി ഒരു 10 മിനിറ്റ് സമയം എന്റെ ശബ്ദം സാഗൂതമൊന്ന് ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകത്തിന്റെ ചാരത്തേക്ക് നീങ്ങി നിൽക്കുകയാണ്. നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാം നരകത്തെ വിളിക്കുകയാണ്. അതിശക്തമായ ശബ്ദത്തിൽ ഉച്ചത്തിൽ വിളിക്കുകയാണ്, യാ നാറു ഖൂമി ഖൂമി, നരകമേ നീ എഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫയഖൂമു അലാ അർബഅത്തി ഖവായിമ, 4 കാലുകളുടെ മേൽ നരകം അങ്ങ് എഴുന്നേൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലാത്ത രംഗമാണ് സഹാബ. വബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫി ആം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, 4 കാലുകളാണ് നരകത്തിനുള്ളത്. ആ 4 കാലുകളുടെ മേൽ നരകം അങ്ങ് എഴുന്നേറ്റ് നിൽക്കുകയാണ് നിൽക്കുകയാണ്. വബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫി ആം. നരകത്തിന്റെ ഒരു കാലിൽ നിന്ന് അടുത്ത കാലിലേക്കുള്ള വഴിദൂരം 1000 വർഷം വഴിദൂരമാണ്. 1000 വർഷം വഴിദൂരമാണ്. പഠിച്ചു വെക്കേണ്ട പാഠമാണ് പാഠമാണ്. നരകത്തിന്റെ ഒരു കാലിൽ നിന്ന് അടുത്ത കാലിലേക്കുള്ള വഴിദൂരമാണ്. 1000 വർഷം വഴിദൂരമാണ്. 1000 വർഷം വഴിദൂരമാണ്. അഥവാ ഒരു ശീഘ്രഗമനമാകുന്ന ഒരു കുതിരയെടുത്തുകൊണ്ട് ഒരു കാലിൽ നിന്ന് അടുത്ത കാലിലേക്ക് നീ പ്രയാണം നടത്തിയാൽ 1000 കൊല്ലങ്ങൾ കഴിയുമത്രേ രണ്ടാമത്തെ കാലിലേക്ക് എത്താനെന്ന് ഹബീബായ റസൂലുള്ളാഹി. 4 കാലുകൾ നീ റൗണ്ട് ചെയ്ത് വരുമ്പോഴേക്ക് 4000 വർഷങ്ങൾ കഴിയുമേ. അത്രമാത്രം നീളവും വ്യാസവുമാണ് നരകത്തിനുള്ളത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. 30,000 തലകളാണ്. ഓരോ തലകളിലും 30,000 വായകളാണ്. 2 ചുണ്ടുകളാണ്. മുകളിലത്തെ ചുണ്ടിൽ തന്നെ 1000കണക്കിന് ചങ്ങലകളാണ്. 70,000 കടിഞ്ഞാണുകൾ നരകത്തിനുണ്ട് സാബ, നരകത്തിനുണ്ട് സാബ. വബൈന കുല്ലി ഖായിമ വമഅ കുല്ലി സിമാ 70,000 മലായിക. ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകളാണ് മലക്കുകളാണ്. ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകൾ. പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ. ഏകദേശം 500 കോടിയോളം മലക്കുകളാണ് നരകത്തിന്റെ മേൽ അധീനപ്പെടുത്തിയിരിക്കുന്നത്. അലൈഹാ മലായികത്തുൻ ഗിലാദ് ശിദാദ്. ആ മലക്കുകളെ കുറിച്ച് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അലൈഹാ മലായിക ഗിലാദുൻ ശിദാദ്. അതിശക്തരായ, ഹൃദയത്തിൽ ഒരാളോടും ഒരു അല്പം പോലും അനുകമ്പയില്ലാത്ത, ഒന്ന് കാലിൽ കെട്ടി വീണിയാൽ അവരോട് ക്ഷമ കാണിക്കാത്ത പരിപരത്ത ഹൃദയത്തിന്റെ വക്താക്കളായ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹ് കൽപ്പിച്ച കാര്യങ്ങളെ പരിപൂർണമായി ഏറ്റെടുക്കുകയും അല്ലാഹ് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെ പരിപൂർണമായി തൃണവൽക്കരിക്കുകയും ചെയ്തതായ യഥാർത്ഥമായ മലക്കുകളാണ്. ആ മലക്കുകളാണ് നരകത്തിന്റെ മേൽ അധീനപ്പെടുത്തിയിരിക്കുന്നത്. 4 കാലുകളുള്ള 30,000 തലകളുള്ള, ഓരോ തലകളിലും 30,000 വായകളുള്ള, 2 ചുണ്ടുകളുള്ള, മുകളിലത്തെ ചുണ്ടിൽ തന്നെ 1000കണക്കിന് ചങ്ങലകളുള്ള, 70,000 കടിഞ്ഞാനുള്ള, ഓരോ കടിഞ്ഞാണിന്മേൽ 70,000 മലക്കുകളെ അല്ലാഹു വിന്യസിച്ചിരിക്കുകയാണ്. ആ മലക്കുകൾ സർവ്വ ആളുകളും അതിശക്തരായി മലക്കുകൾ നരകത്തെ വലിച്ചുകൊണ്ട് മഹ്ശറയിലേക്ക് വരുകയാണ്. മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്നത് മാലിക് അലൈഹിസ്സലാമാണ്. നരകത്തെ കാക്കുന്ന മലക്കാണ്. 500 കോടിയോളം വരുന്ന മലക്കുകൾ നരകത്തെ വലിച്ചുകൊണ്ട് മഹ്ശറയിലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തഫൂറു ജഹന്നമ
നരകമങ്ങ് തിളച്ചു മറിയും സാബ, നരകമങ്ങ് തിളച്ചു മറിയും സാബ. കാരണം 33,000 വർഷമായി നിരന്തരമായി കത്തിച്ചതാകുന്ന നരകമാണ്. വലഹാ സഫീറും വശഹീഖ്, വല്ലാത്തൊരു ഇരമ്പലാണ് സാബ, വല്ലാത്തൊരു ശബ്ദകോലാഹലമാണ് സാബ. 70,000 മലക്കുകളല്ല, ഓരോ കടിഞ്ഞാണിന്മേൽ 70,000 മലക്കുകളാണ്. അങ്ങനെ കടിഞ്ഞാണുകൾ 70,000 ഒന്ന് പഠിച്ചു വെക്കണേ, കോടിക്കണക്കിന് മലക്കുകളാണ്. 500 മലക്കുകൾ അകമ്പടിയോടുകൂടി മഹ്ശറയിലേക്ക് നരകം കടന്നു വരുമ്പോ ആ മലക്കുകളുടെ കയ്യിൽ നിന്ന് നരകമങ്ങ് വഴുതി മാറിപ്പോകുമത്രേ. അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല, അവരുടെ കയ്യിൽ നിന്ന് നരകം വിട്ടുപോവുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വതസ്ജുദു ബൈന യദയില്ലാ, കപ്പിത്താനില്ലാത്ത കപ്പല് കടലിന്റെ ആടിയിൽ കിടന്നുകൊണ്ട് ആടിയുലയുന്നത് പോലെ മഹ്ശറയിലേക്ക് വന്നുകൊണ്ട് ഇതാ നരകം വന്ന് ആടിയുലയുകയാണ്. അവസാനം ശാന്തമായി അല്ലാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് സുജൂദ് ചെയ്യുകയാണ്. തർമീ ബിശറരിൻ കൽ ഖസർ കഅന്നഹു ജിമാലത്തുൻ സുഫർ, കൊട്ടാര സമാനമായിട്ട് തീപ്പൊരികൾ ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരുകയാണ്. വലിയതാകുന്ന മഞ്ഞ നിറത്തിലുള്ള ഒട്ടകങ്ങൾ കുതിച്ചു ചാടുന്നത് പോലെ ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നരകത്തിലെ ഓരോ തീപ്പൊരിയെ പറ്റി ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ മഞ്ഞ നിറത്തിലുള്ള ഒട്ടകങ്ങൾ കുതിച്ചു ചാടുന്നത് പോലെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് തീപ്പൊരികൾ കടന്നു വരുമത്രേ. ആ നരകം വന്നുകൊണ്ട് അവസാനം ശാന്തമായി വതസ്ജുദു ബൈന യദയില്ലാ, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിന്റെ മുന്നിൽ വന്നുകൊണ്ട് നരകം സുജൂദിൽ കടക്കുകയാണ്. നരകം അല്ലാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് സുജൂദ് ചെയ്യുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് പറയുകയാണ്, ഖല്ലി ബൈനി വബൈന അസ്വാജി, അല്ലാഹു എനിക്കിടയിലും എന്റെ ഇണകൾക്കിടയിലും ഒന്ന് ചേർത്തി തരണേ അല്ലാ. ഞാൻ ആവശ്യപ്പെടുന്ന എന്റെ ഇണകളെ നീ എനിക്ക് നൽകണേ അല്ലാ. ഫയഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന നരകത്തോട് ചോദിക്കുകയാണ്, വമൻ അസ്വാജുകി യാ നാർ, ആരാണ് നരകമേ നിന്റെ ഇണകൾ, ഒന്ന് പറയണേ പറയണേ. ഫയഖൂലുൻ നാർ, നരകം അല്ലാഹുവിനോട് വിളിച്ചു പറയുകയാണ്, കുല്ലു മുതകബ്ബിരിൻ ജബ്ബാർ, ഈ ദുനിയാവിലെ പണത്തിന്റെ പളപളപ്പിൽ വിരാജിച്ചുകൊണ്ട് നടന്നു വരില്ലയോ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ, നിരാലംബര കവലമമാകാതെ, നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കാതെ, ഈ ദുനിയാവിലെ കള്ളും കഞ്ചാവുമായി ഇരകൊണ്ട ആളുകളില്ലയോ, സമ്പത്ത് കൊണ്ട് ധൂർത്തടിച്ചുകൊണ്ട് ഭക്ഷണത്തിലാകട്ടെ, തന്റെ കല്യാണ വീടുകളിൽ നടക്കുന്ന ഭക്ഷണത്തിന്റെ സൽക്കാരത്തിന്റെ പേരിലാകട്ടെ ധൂർത്തും നിർവയവുമായി സമ്പത്ത് ചെലവഴിച്ച ആളുകളില്ലയോ, ഹറാമായ തലത്തിലേക്ക് സമ്പത്ത് കൊടുത്തു വീട്ടിയ ആളുകളില്ലയോ, ഗാനമേള ട്രൂപ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടിൽ ഗാനമേള നടത്തിക്കൊണ്ട് ജനങ്ങളെ ആസ്വാദനത്തിന്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ട ആളുകളില്ലയോ, തന്റെ നാട്ടുകാർക്ക് മുഴുവനും മോശമായ തരങ്ങൾ സമ്മാനിച്ച് അവർക്ക് മുഴുവനും ബ്രേക്ക് ഡാൻസുകൾ പഠിപ്പിക്കാൻ വേണ്ടി, അവരെ മുഴുവൻ റിയാലിറ്റി ഷോകളുടെ വക്താക്കളാക്കാൻ വേണ്ടി പരിപാടികൾ സംഘടിപ്പിച്ചവർക്ക് പണം മുഴുവനും വാരിയെറിഞ്ഞതായ സാലിഹീങ്ങളായ ആളുകളില്ലോ, അവർ സാലിഹീങ്ങളല്ല, അവരെ എനിക്ക് ആവശ്യമാണ് അല്ലാ. അവരെ ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നടന്നവരാണ്. ഈ ദുനിയാവിൽ സിനിമ കണ്ടുകൊണ്ട്, സീരിയൽ കണ്ടുകൊണ്ട് ഹറാമായ തലത്തിലേക്ക് പാതിരാത്രി സമയത്ത് കണ്ണ് നട്ടിരുന്നതായ നാട്ടുകാരില്ലയോ, വീട്ടുകാരില്ലയോ, അവരെല്ലാം എനിക്ക് വേണമല്ല. അഹങ്കാരികളും ധിക്കാരികളുമായ അവരെ എനിക്ക് നൽകണേ അല്ലാ. നരകം അല്ലാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, മഹ്ശറ തുടങ്ങാണ്, വിചാരണ തുടങ്ങാണ്. ഈ നിലയിൽ നരകം വന്ന് അള്ളാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് പടച്ച റബ്ബേ എനിക്കെന്റെ ഇണകളെത്താ എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുമ്പോഴാണ് 4ാമത്തെ ഘട്ടം ആരംഭിക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നരകത്തിന്റെ വയറ് അള്ളാഹു നിറച്ചു കൊടുക്കും. അതാ ഖുർആൻ പറഞ്ഞത്, ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ, മനുഷ്യ ജിന്ന വർഗത്തെ കൊണ്ട് ജഹന്നമ എന്ന നരകത്തെ നാം നിറയ്ക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. നരകത്തിലെ ഇന്ധനം വഖൂദുഹന്നാസ് വൽ ഹിജാറ, മുഷിച്ച ജനങ്ങളും ഭീകരമായ കല്ലുകളുമാണ്.
കല്ല് നമുക്കറിയാം ചൂടാകാൻ പ്രയാസമാണ്, ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചൂടൊട്ടും പോകില്ല. അതിന്റെ കൂട്ടത്തിൽ ദുഷിച്ച ജനങ്ങളെയും കൂടി ഇടും. നഊദുബില്ലാ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. നരകമെന്ന് പറഞ്ഞാൽ കേവലം 2 വിറക് കൊള്ളികൾ ചേർത്ത് വെച്ച് കത്തിക്കുന്നതായി കാണരുതെന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നരകം? നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും ലോകത്തുള്ള മുഴുവൻ സസ്യലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും, അതെല്ലാം കൂടി ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ, ജഹന്നം എന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ്, വളരെ ചെറുതാണ്. ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നം, നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ടത് വളരെ ചെറുതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്താണ് പറയുന്നത്? ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും, നമ്മുടെ നാട്ടിലുള്ളതല്ല, കണ്ണൂർ ജില്ലയിലുള്ള മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും കാട് പ്രദേശങ്ങൾ ഉൾപ്പെടെ ഉള്ളതെല്ലാം കൂടി ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും നരകമാണ് നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ, നിങ്ങൾ നോക്കുന്നത് നരകത്തിലേക്കാണ് എങ്കിൽ നരകത്തിൽ ചേർത്ത് നോക്കിയിട്ട് 100ൽ 1% മാത്രമാണത് സയ്യിദുനാ റസൂലുള്ളാഹി. ബാക്കി 99 നിങ്ങൾ ചിന്തിച്ചതിനപ്പുറമാണ്. മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ എത്രയാണ് നരകം? നഊദുബില്ലാ, അല്ലാഹു കാക്കട്ടെ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. നിന്റെ ജീവിതം നന്നായിക്കോ, നിന്റെ ജീവിതം റെഡിയാക്കി. ഇതുവരെ നീ കളിച്ച് രസിച്ച് നമിച്ച് നടന്നതൊക്കെ മാറ്റി ഇനി നിന്റെ ജീവിതം നന്നാക്കിയെടുക്കും. നന്നാവണമെങ്കിൽ, ഒരു മനുഷ്യൻ നന്നാവാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവൻ ഇപ്പോൾ നന്നാവണം. ഈ കാലഘട്ടത്തിലാണ് നന്നാവേണ്ടത്. കാരണം ഇത് കാലഘട്ടം അവസാന കാലഘട്ടത്തിന്റെ ചുവടുവെപ്പാണ്. ഏറ്റവും മോശമായ തലത്തിലേക്ക് ജനങ്ങൾ പോവാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവിടെ നിന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തിയിട്ട് 5ാം ഘട്ടത്തിന്റെ അഹരികാരെ തീരുമാനിക്കുക. 4 ഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. രണ്ടാമത്തേത് ആലമുദ് ദുനിയ, ഇപ്പോൾ നമ്മൾ വസിക്കുന്ന ലോകം. മൂന്നാമത്തേത് ആലമുൽ ബർസഖ്, ഖബർ എന്ന് പറയുന്ന ഭയാനകമായ ലോകം. നാലാമത്തേത് ആലമുൽ ഹശ്ർ, മഹ്ശറ. അവിടെ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 5ാം ഘട്ടത്തിന്റെ അഹരികാരെ പറഞ്ഞു വിടുകയാണ്. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. ഒരു കൂട്ടം ആളുകൾ സ്വർഗ്ഗം, ഒരു കൂട്ടം ആളുകൾ നരകം. ആരാണ് സ്വർഗ്ഗം? ഇപ്പോൾ വസിക്കുന്ന ഈ 2ാം ഘട്ട ജീവിതത്തിൽ നന്മകൾ ചെയ്തവൻ, സുഹൃതം അനുഷ്ഠിച്ചവന് യാ അല്ലാഹ് തആല സ്വർഗ്ഗം. അതല്ലാത്തവൻ ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് കളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയതായ ഖൗമീങ്ങൾ, അവർക്ക് അന്നാർ, കത്തിച്ചിരിക്കുന്ന നരകം. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? സുഹൃതം വേണം. നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എന്താ ഉള്ളത്? നബിതങ്ങൾ പറഞ്ഞു, അവിശ്വാസികൾ നിങ്ങളുടെ മേൽ ശത്രുത പ്രകടിപ്പിക്കാനുള്ള കാരണം ദുനിയാവിനോടുള്ള അമിതമായ മഹബത്താണെന്നാണ്. ശരിയല്ലേ? നമുക്ക് ദുനിയാവിനോട് അമിതമായ പ്രേമമാണ്. അത് കുറച്ചുകൊണ്ട് വരണം. നമസ്കാരങ്ങൾ ചിട്ടവെക്കണം. സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ 3 കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യവുമുള്ളതാണ്. ഒറ്റ ആയത്ത് നല്ലതുപോലെ ശ്രദ്ധിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് അവനെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു.
ലയസ്തഖലിഫന്നഹും ഫിൽ അർദ് കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളുടെ പൂർവ്വസൂരികൾക്ക് അധികാരം അല്ലാഹു നൽകിയതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് അല്ലാഹു അധികാരത്തിന്റെ ചിഹ്നം നൽകുന്നതാണ്. നിങ്ങൾക്ക് അധികാരം വേണോ? ഞാൻ നൽകാം. അല്ലാഹു പറയാം, ഖുർആൻ പറയാം, ഖുർആനാണ്. ലയസ്തഖലിഫന്നഹും ഫിൽ അർദ് കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം. പൂർവികരാകുന്ന ആളുകൾക്ക് അധികാരം നാം നൽകിയതുപോലെ നിങ്ങൾക്കും നാം അധികാരം നൽകാം. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതദാലഹും. നിങ്ങൾക്ക് സംതൃപ്തിപ്പെട്ട നിലക്ക് ഈ ദീനിൽ നിങ്ങൾക്ക് സൗകര്യം ഞാൻ ചെയ്തു തരാം. വാളിന്റെ സദസ്സുകൾക്കും ഇൽമീ പ്രഭാഷണങ്ങൾക്കും നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നതിനും ജുമാ ജമാഅത്തുകൾ പള്ളിയിൽ നടക്കുന്നതിനുമെല്ലാം നിങ്ങൾക്ക് നാം സൗകര്യം നൽകാം. അതിനൊന്നും ആരും ഇവിടെ തടസ്സം പറയൂല. ആ സൗകര്യം ഞാൻ ചെയ്തു തരാം. ദീനിൽ നിങ്ങൾക്ക് സൗകര്യം, നിങ്ങൾ ഇഷ്ടപ്പെട്ട നിലയ്ക്ക് ദീനിൽ സൗകര്യം ഞാൻ തരാം. അല്ലാഹ് പറയാം. തീർന്നില്ല. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. തീർത്തും ഭയമില്ലാത്ത റാഹത്തായ ജീവിതം നിങ്ങളുടെ കൈവശം ഞാൻ നൽകാം. മക്കളെ മദ്രസയിലേക്ക് വിടുന്നതിനോ സ്കൂളിലേക്ക് വിടുന്നതിനോ നിങ്ങൾ ഭയക്കേണ്ടതില്ല. നിങ്ങൾക്ക് റാഹത്തായ നിലയിലുള്ള ജീവിതം നിങ്ങൾക്ക് ഞാൻ നൽകാം. 3 കാര്യങ്ങളാണ് അല്ലാഹു ഓഫർ നൽകിയത്. 1, അധികാരം. അധികാരം വേണ്ട നിങ്ങൾക്ക് തരാം. 2, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ റാഹത്തായ നിലയിലുള്ള ജീവിത സൗകര്യം വേണോ? ദീനിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ നിങ്ങൾക്ക് കഴിയണോ? അത് ഞാൻ തരാം. 3, ഭയപ്പാടില്ലാത്ത ജീവിതം നിങ്ങൾക്ക് വേണോ? അത് ഞാൻ തരാം. അല്ലാഹ് പറയാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഈമാനൊക്കെ ഉള്ള ആളുകളാണ്, സുഹൃതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. നിങ്ങൾ ഒരു കാര്യം കറക്റ്റ് ചെയ്യണേ. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. എന്നെ മാത്രം നിങ്ങളൊന്ന് ആരാധിക്കണേ. ഞാനല്ലാത്ത ഒരു ഫാൻസിനെയും നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടുവരരുതേ, കൊണ്ടുവരരുതേ. ഇന്നാലിന്ന സിനിമാ നടനോടുള്ള, ഇന്നാലിന്ന സിനിമാ നടിയോടുള്ളതായ നിന്റെ അധിനിവേശവും താല്പര്യവും നീ ഒന്ന് കുറച്ചു കൊണ്ടുവരണേ. കുറയ്ക്കണേ, കുറയ്ക്കണേ. കുറയ്ക്കുക മാത്രമല്ല അത് പരിപൂർണമായി എടുത്തു കളയും ചെയ്യണേ. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. ഞാനല്ലാത്ത ഒരു വസ്തുവിനെയും നീ ആരാധിക്കരുതേ, ആരാധിക്കരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മഗ്രിബിന്റെ സമയമാകുമ്പോ സീരിയൽ കാണുന്ന സഹോദരി, നിന്റെ ആരാധ്യൻ അല്ലാഹു അല്ല, നിന്റെ ആരാധ്യൻ സീരിയൽ നടനാണ്, സീരിയലിൻ്റെതായ നടിമാരാണ്. നിന്റെ ആരാധ്യൻ അല്ലാഹു അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ നമസ്കാരം ചിട്ട വെച്ചേനെ, നമസ്കാരം ശ്രദ്ധിച്ചേനെ. ജുമഅയുടെ സുദിനത്തിൽ ജുമഅ പോലും കളഞ്ഞിട്ട് തിയേറ്ററിലേക്ക് ഓടുന്നതായ ചെറുപ്പക്കാരാ, നിന്റെ ആരാധ്യൻ അല്ലാഹ് എല്ലാ സിനിമാ നടനാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. ഞാനല്ലാത്ത ഒരു ഫാൻസിനെയും നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടുവരരുതേ. എന്നെ മാത്രം നീ ഒന്ന് ആരാധിച്ചാൽ അധികാരത്തിന്റെ പരമോന്നത പദവി ചെങ്കോല് നിന്റെ കൈകളിൽ ഞാൻ വെച്ച് നൽകാം. ഈ ദുനിയാവിൽ ദീനിന്റെ വിഷയങ്ങളിൽ സൗകര്യം ഞാൻ നൽകാം. ഭയപ്പാടില്ലാത്ത റാഹത്തായ ജീവിതം നിനക്കും നിന്റെ കുടുംബത്തിനും ഞാൻ നൽകാം. എന്നെ മാത്രം ഒന്ന് ആരാധിക്കണേ. ഞാനല്ലാത്ത ഒരു വസ്തുവിനെയും നീ പങ്കു ചേർക്കരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹയെ മാത്രം ഒന്ന് ആരാധിച്ചാൽ മതി.